5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. ഏത് രാഷ്ട്രീയ പാർട്ടിയുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ചെറുപ്പക്കാർ. യൂത്ത് എന്ന് പറയുന്ന എല്ലാ കാലവും അങ്ങനെയാണ്. ഒരു കാലഘട്ടത്തിൽ വയലാർ രവി, MA ജോൺ, അതുപോലെ തന്നെ പിന്നെ AK ആൻ്റണി, പിന്നെ ഉമ്മൻചാണ്ടി, അങ്ങനെ ഒരു യുവാക്കളുടെ ഒരു നിര തന്നെ KSU യൂത്ത് കോൺഗ്രസിലൊക്കെ വന്നു. DYFIയിലൊക്കെ അങ്ങനെയാണ്. MA ബേബിയൊക്കെ DYFIയുടെ അഖിലേന്ത്യാ പ്രസിഡൻ്റൊക്കെ ആയിരുന്നു. M വിജയകുമാർ, അങ്ങനെയാണ് എപ്പോഴും യുവാക്കൾ കയറി വരും. എന്നാൽ ഇങ്ങനെ വളർന്നു വരുമ്പോൾ ചില യുവാക്കൾ വളർച്ച മുരടിക്കും. അത് വലിയ പ്രശ്നമുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ രാഹുൽ മാങ്കുട്ടത്തിൻ്റെ കാര്യമാണ്. അദ്ദേഹത്തിന് ഒരു ഓവർ സ്പീഡ് കൂടിപ്പോയോ എന്നൊരു സംശയമുണ്ട്. അദ്ദേഹം ആവശ്യമില്ലാത്ത ചില കാര്യങ്ങളൊക്കെ എടുത്ത് ചാടി. നേതാവാകാൻ നല്ലത് തന്നെ, പക്ഷേ ഈ സോക്കല്ല കാര്യത്തിൽ അഭിപ്രായം പറഞ്ഞ് ഷാഫി പറമ്പിലാണ് പാലക്കാട് കൊണ്ടുപോയി നിന്ന് ജയിപ്പിച്ചതെന്ന് ഒരു വാദം ഷാഫി പറമ്പിലിൻ്റെ ഉള്ളിലും കിടപ്പുണ്ട്. അത് നാട്ടുകാരുമൊക്കെ അങ്ങനെ പറയുന്നു. പാലക്കാട് കൊണ്ടുപോയി ജയിപ്പിച്ചെടുത്തത് ഷാഫിയാണ്. ആ ഷാഫിയുമായി ഇപ്പോൾ ചെറുതായിട്ട് തെറ്റി. ഇനിയിപ്പോൾ ഇത് വീഡിയോ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ആരെങ്കിലും പത്രത്തിൽ വരുമ്പോൾ മീഡിയയിൽ വന്നാൽ അയ്യോ ഞങ്ങൾ തെറ്റിയിട്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് വന്നിട്ട് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്ത് ഉടനെ തന്നെ നിന്നിട്ട് അവർ ഇതൊക്കെ പറയും, ബൈറ്റൊക്കെ തരും. അതൊക്കെ വേറെ കാര്യം. പക്ഷേ പുതിയ സമവാക്യങ്ങൾ വരികയാണ്. സുധാകരൻ എന്ന വിഗ്രഹം ഉടഞ്ഞു കഴിഞ്ഞു. ഇനി പൊടിഞ്ഞ് പപ്പടമായാൽ മതി. ഇനി അടുത്ത വിഗ്രഹം ഉടയാൻ പോകുന്നത് നമ്മുടെ ഷാഫി പറമ്പലിന് മറ്റൊരു സാധ്യത കൂടെയുണ്ട്. അദ്ദേഹം ഇപ്പോൾ MM ഹസൻ്റെ പ്രായം ഏകദേശമൊക്കെ ആയി. അദ്ദേഹം കുറച്ചൊരു പ്രായാധിക്യത്തിലേക്കൊക്കെ പോകുന്നു. അദ്ദേഹം സ്വാഭാവികമായിട്ട് പല പദവികളും വഹിച്ചിരുന്നു. അപ്പോൾ പിന്നെ ന്യൂനപക്ഷത്തിൻ്റെ മുഖമായി വരാൻ ഷാനവാസ്, MA ഷാനവാസ് ഇപ്പോൾ ഇല്ല. പിന്നെ സിദ്ദിഖാണുള്ളത്. അത് കഴിഞ്ഞാൽ ന്യൂനപക്ഷത്തിൻ്റെ മുഖമായി ശക്തമായി വരാൻ കഴിയുന്ന ഒരാളായി ഷാഫി പറമ്പിൽ ഉയർന്നു വരുന്നുണ്ട്. അത് ഒരു പ്രധാനപ്പെട്ട നേതാവായി ഷാഫി പറമ്പിലിന് അങ്ങനെ ഒരു മെച്ചം കിട്ടും. പിന്നെ ഷാനിമോൻ ഉസ്മാനൊക്കെയാണോ? ഷാനിമോൻ ഉസ്മാൻ പൊങ്ങിയും താഴും, അടി കിട്ടിയും താഴ്ന്ന് അങ്ങനെ കിടക്കുന്ന ഒരു കഥാപാത്രമാണ്, അല്ലെങ്കിൽ ഒരാളാണ്. അതേസമയം നമ്മുടെ രാഹുൽ മാങ്കുട്ടത്തിൽ പെട്ടെന്ന് വന്നു, വലിയ വെളിച്ചമാണ് തരുന്നതുകൊണ്ട്, പക്ഷേ പെട്ടെന്ന് പൊടിയുന്ന വിഗ്രഹമായി മാറുമോ എന്നുള്ള ഒരു കാഴ്ചയാണ് കാണുന്നത്. പുതിയ ഗ്രൂപ്പ് സമവാക്യങ്ങൾ കോൺഗ്രസിൽ ആരംഭിച്ചു കഴിഞ്ഞു. സതീശനും രമേശ് ചെന്നിത്തലയും രണ്ടിടത്താണ് നിന്നതെങ്കിൽ അവർ ഒന്നിക്കുന്നുവോ എന്നൊരു പുതിയൊരു ഗ്രൂപ്പ് സമവാക്യത്തിലേക്ക് വരികയാണോ? സണ്ണി ജോസഫും KC വേണുഗോപാലുമായിട്ടുള്ളൊരു ഗ്രൂപ്പ് സമവാക്യത്തിലേക്ക് മാറുകയാണോ? സുധാകരൻ മുരളീധരൻ കൂട്ടിൻ്റെ ഒരു സമവാക്യം, അങ്ങനെ 3-4 സമവാക്യങ്ങളിലേക്ക് പോവുകയാണ്. ഈ സമവാക്യങ്ങളുടെ ഇടയിൽപ്പെട്ട് രാഹുൽ മാങ്കുട്ടത്തിൽ പൊടിഞ്ഞ് പപ്പടമായി പോകുമോ? രാഷ്ട്രീയ ഭാവിയുള്ള ആളാണ്. പക്വതയോട് സംസാരിക്കുക, സൂക്ഷിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക, ആവശ്യമുള്ളിടത്ത് പോവുക, ആവശ്യമില്ലാത്തടത്ത് പോകാതിരിക്കുക എന്നുള്ളതാണ്. അൻവറിനെ കാണാൻ പോകേണ്ട ഒരു കാര്യവുമില്ലായിരുന്നു. എന്തിനാണ് അദ്ദേഹം അൻവറിനെ കാണാൻ അദ്ദേഹം വിചാരിച്ച് ഒത്തീർപ്പുണ്ടാക്കാൻ പറ്റൂ? ഇതൊരു ഈഗോയുടെ പ്രശ്നമായതുകൊണ്ട് ഒരിക്കലും ഒത്തീർപ്പുണ്ടാക്കാൻ പറ്റത്തില്ല. സതീശൻ്റെ ഈഗോയും കൂടി ഇതിനകത്ത് ഹർട്ട് ചെയ്തിട്ടുണ്ട്. സതീശനെ വ്യക്തിപരമായി തെറി പറഞ്ഞതാണ്, സുധാകരനെ ഒക്കെ എല്ലാവരെയും വ്യക്തിപരമായി പറഞ്ഞതാണ് അൻവറിൻ്റെ നാവ് കൊണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് വ്യക്തിപരമായ ഒരു ഈഗോ കൂടെ ഉണ്ടായിരിക്കും. ആ ഈഗോ ഉള്ള സമയത്ത് ഇങ്ങനെ പോകാൻ വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയൊന്നും സംഭവിക്കില്ല. രാഹുൽ മാങ്കുട്ടത്തിൽ ചെയ്തത് മോശമാണെന്ന് മാത്രമല്ല, പുതിയ സമവാക്യങ്ങളിലേക്ക് വരികയാണ്. ഈ ഗ്രൂപ്പ് സമവാക്യങ്ങളിൽ ചിലപ്പോൾ വീണു പോകും. അങ്ങനെ പലരും വീണു പോയിട്ടുണ്ട്. ഒരു പ്രാവശ്യം MLA ആയി, താൽക്കാലിക MLA ആയി, ഇതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ ഇനിയും അടുത്ത പ്രാവശ്യം MLA ആവണം, പിന്നെ മന്ത്രിയാകണം, വലിയ രാഷ്ട്രീയ ഭാവിയുള്ള ആളാണ്. പക്ഷേ അതിനിടയിൽ കൂടി ഈ ഭാവി സൂക്ഷിച്ചു കൊണ്ടുപോകുക. നമ്മളൊരു അധികാര സ്ഥാനത്ത് എത്തുക എന്നുള്ളതല്ല പ്രധാനം, എത്തിക്കഴിഞ്ഞാൽ അത് സൂക്ഷിച്ചു കൊണ്ടുപോവുക എന്നുള്ളതാണ്. അപ്പോൾ പൊടിഞ്ഞു പോകാതെ രാഹുൽ മാങ്കൂട്ടം എന്ന വിഗ്രഹം പൊടിഞ്ഞു പോകാതെ സൂക്ഷിക്കണം. ആ ബിംബം വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ തീർച്ചയായും പപ്പടം പോലെ പൊടിക്കും. അതിന് മറ്റാരുടെയും ആവശ്യമില്ല. കോൺഗ്രസിനകത്ത് തന്നെ ആവശ്യം പോലെ പപ്പടപ്പൊടിയന്മാരും ബിംബങ്ങൾ പൊളിക്കുന്നവരും അതിനെ ഉടയ്ക്കുന്നവരും ധാരാളമുണ്ട്. കൂടെ നിന്ന് ചവിട്ടും, കൂടെ കിടക്കുകയും ഒറ്റുകൊടുക്കുകയും ചെയ്യുക എന്നൊക്കെ പറയുന്നത് രാഷ്ട്രീയത്തിൽ പുതിയ കാര്യമല്ല. അതെല്ലായിടത്തുമുണ്ട്. ഇടത് കൈ വലത് കൈക്ക് ഒറ്റുകൊടുക്കും, അനിയൻ ചേട്ടന് ഒറ്റ കൊടുക്കും, മക്കൾ അച്ഛനെ ഒറ്റ കൊടുക്കും. അങ്ങനെ ഈ അധികാരത്തിന് വേണ്ടി ആരെയും ചവിട്ടുന്ന ഒരു കാലഘട്ടത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായും എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം നല്ലതാണ്. ഞാൻ ചരിത്രത്തിൽ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. MA ജോണും വയലാർ രവിയും AK ആൻ്റണിയും കൂടി തിരുവനന്തപുരത്ത് ലോഡ്ജിൽ, അന്ന് ഇതുപോലത്തെ വലിയ ഹോട്ടൽ സൗകര്യങ്ങളില്ല, ലോഡ്ജിൽ താമസിച്ചുകൊണ്ട് പിറ്റേ ദിവസം KPCC പ്രസിഡന്റ് ആരാകണമെന്നുള്ള ചർച്ച നടന്ന് MA ജോണിനെ KPCC പ്രസിഡന്റ് ആക്കാൻ തീരുമാനിച്ചിട്ട് അവർ ഉറങ്ങുന്നു. ആരോടും ഈ വാർത്ത പറയരുതെന്ന് പറയുന്നു. പക്ഷേ രാത്രി തന്നെ അത് മറ്റൊരു നേതാവ് വഴി അത് കേരള കൗമുദി പത്രത്തിലെത്തുന്നു. പത്രം പിറ്റേ ദിവസം വലിയ വാർത്ത വയലാർ രവിയെ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് കൊടുക്കുന്നു. പിറ്റേ ദിവസം ചേർന്ന KPC യോഗത്തിൽ ഇത് വലിയ തർക്കമാകുന്നു. അവസാനം വയലാർ രവിയെ തന്നെ പരിഗണിക്കേണ്ടി വരുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. MA ജോൺ രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ വനവാസത്തിലേക്ക് വന്നിട്ടുണ്ട്. ഇതൊക്കെ കേരളത്തിൽ സംഭവിക്കും. രാഹുൽ മാങ്കുട്ടമേ ചരിത്രം പഠിക്കുക. അനാവശ്യമായ ഫേസ്ബുക്ക് പോസ്റ്റുകളും സോഷ്യൽ മീഡിയ തള്ളിമറിക്കലുകളും ഒഴിവാക്കി യഥാർത്ഥ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുക. താങ്കൾക്കൊരു വലിയ ഭാവിയുണ്ട്. ഉടഞ്ഞു പോകാതെ ആ വിഗ്രഹം
നിലനിർത്തേണ്ടത് താങ്കളുടെ കൂടി കടമയാണ്.